പരാജയഭീതിയിൽ UDF സ്ഥാനാർത്ഥികളുടെ പ്രചരണ പ്രവർത്തനങ്ങളെ പലതരത്തിലും തടസ്സപ്പെടുത്താൻ CPM ശ്രമിക്കുകയാണെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്. പ്രചരണ ബോർഡുകളും പോസ്റ്ററുകളും തകർക്കാൻ ബോധപൂർവം CPM നേതൃത്വം നൽകുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രവർത്തന രംഗത്തിന്റെ ഇടയിൽ നമുക്കറിയാം, ഒരുപാട് വിഷയങ്ങൾ ഇന്ന് കണ്ണൂർ ജില്ലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് തുടക്കത്തിൽ തന്നെ പാനൂരിൽ ബോംബ് സ്ഫോടനമുണ്ടായതും ഒരാൾ മരിക്കാനുണ്ടായതും പലർക്കും പരിക്ക് പറ്റിയതുമായ സംഭവം നമുക്കറിയാം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനാണ് യൂത്ത് ലീഗിൻ്റെ മൻസൂർ അവിടെ കൊല ചെയ്യപ്പെടുന്നത്. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഇത്തരത്തിലുള്ള ബോംബ് സ്ഫോടനവും കൊലപാതകവും അക്രമവും ഒക്കെ നിത്യസംഭവങ്ങളായി മാറുന്നു. അതോടൊപ്പം തന്നെ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ബോർഡുകളും അതുപോലെ തന്നെ മറ്റ് ചുമരുകളുമെല്ലാം നശിപ്പിക്കപ്പെടുന്നതായിട്ട് കാണുവാൻ വേണ്ടി സാധിക്കുകയാണ്. ബോധപൂർവമായുള്ള ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് ഒരക്രമ രാഷ്ട്രീയത്തിലേക്ക് ജില്ലയെ തള്ളിവിടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി CPM ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. സർക്കാർ സംവിധാനത്തെയും പോലീസിനെയും ഉപയോഗിച്ച് രാഷ്ട്രീയ എതിരാളികളെ നിർവീര്യമാക്കാൻ CPM ശ്രമിക്കുകയാണെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം ചേലേരി പറഞ്ഞു. സർക്കാർ മെഷീനറിയെയും പോലീസിനെയും ഉപയോഗപ്പെടുത്തി എതിർകക്ഷികളെ പെട്ട ആളുകളെ നിർവീര്യമാക്കാനും അവരെ ബുദ്ധിമുട്ടിക്കാനും ആണ് പോലീസ് തന്ത്രപരമായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്നതെങ്കിൽ അത് തികഞ്ഞ പക്ഷപാതപരമാണ്. പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനമുണ്ടായി. ഒരു CPM പ്രവർത്തകൻ കൊല്ലപ്പെടുകയും 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതോടെ CPMന്റെ ഗൂഢനീക്കം പുറം ലോകം അറിഞ്ഞുവെന്ന് UDF നേതാക്കൾ പറഞ്ഞു. സ്വതന്ത്രവും നീതിയുക്തവുമായ നിഷ്പക്ഷമായ തെരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്താൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് തന്നെ ഒരു പരാതി അയച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഇതിൻ്റെ റിമാൻഡ് റിപ്പോർട്ടാണ്. ഇത് രാഷ്ട്രീയമൊന്നുമില്ല, അതല്ലെങ്കിൽ മറ്റുള്ള വാദങ്ങൾ CPMും ഇടതുപക്ഷവും ഉയർത്തുമ്പോഴും പോലീസ് കൃത്യമായിട്ട് ഈ കാര്യത്തിൽ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. അവർ കൊടുത്ത റിമാൻഡ് റിപ്പോർട്ട് തന്നെ നമുക്ക് ആശങ്ക ഉളവാക്കുന്നതാണ്. സ്വതന്ത്രമായി തെരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്തണമെന്നും ക്രമസമാധാനത്തിന് കേന്ദ്രസേന ഇറങ്ങണമെന്നും UDF നേതാക്കൾ ആവശ്യപ്പെട്ടു.